മുൻ എം.എൽ.എ. കാരാട്ട് റസാഖ് ഇടതുബന്ധം അവസാനിപ്പിച്ച് യു.ഡി.എഫിൽ തിരിച്ചെത്തി. രാവിലെ പാണക്കാടെത്തിയ റസാഖ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ഉപാധികളില്ലാതെയാണ് കാരാട്ട് റസാഖ് ലീഗിലേക്ക് വന്നതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് വിട്ട് കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. 2021 മത്സരിച്ചെങ്കിലും എം കെ മുനീറിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചുകാലമായി CPM-മായി അകൽച്ചയിലായിരുന്നു റസാഖ്. ചേർത്തുപിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്ന് കാരാട്ട് റസാഖ്. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ലക്ഷ്യമുള്ളൂ. തുടരില്ല. ഇല്ല, രാജിവെക്കും. യാതൊരു ഉപാധിയുമില്ലാതെയാണ് റസാഖ് ലീഗിലേക്ക് വന്നതെന്ന് സാദിഖ് അലി തങ്ങൾ. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. UDF ട്രെൻഡാണെന്ന് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോ ഒഴുക്ക് ഇങ്ങോട്ടാണ്. അതേസമയം പ്രതീക്ഷിച്ചത് കിട്ടാത്തതുകൊണ്ടാകാം കാരാട്ട് റസാഖ് ലീഗിലേക്ക് തിരിച്ചുപോയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഇന്ന് നടക്കുന്ന UDF കൺവെൻഷനിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കാരാട്ട് റസാഖ് പറഞ്ഞു. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.